മാഡം ഞാനതൊക്കെ ചെയ്തതേ എനിക്കും എന്റെ കുടുംബത്തിനോ വേണ്ടിട്ടല്ല, നാട്ടുകാർക്ക് വേണ്ടിട്ടാ. അതിന് ഒന്നും പറഞ്ഞില്ല. എനിക്കത് അറിയാലോ മാഡം. എന്നിട്ടാണോ തെരുവുനായ ശല്യത്തിനെ കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞപ്പോ ഒരക്ഷരം പോലും ഇടാത്ത വായി നോക്കിയിരുന്നത്? അല്ല, ജില്ലാ നേതാക്കന്മാരൊക്കെ ഉള്ളതിന്റെ ഇടയിൽ ഞാനെന്ത് പറയാനാ? അല്ലെങ്കിൽ താനങ്ങ് ബലം മറിച്ചാനെ. അത് മേഡം പറഞ്ഞത് കറക്റ്റാ. എന്ത് അത്യാവശ്യ കാര്യം ഇവിടെ ഉണ്ടായാലും വെറുതെ ഇങ്ങനെ വായും പൊളിച്ചു നിന്നോളും, ഒരഭിപ്രായം പറയില്ല. ഞാൻ അത്യാവശ്യ കാലത്ത് വായ തുറന്നിട്ടില്ല വെച്ചെങ്കിൽ നീ ഒന്നും ഇപ്പോഴും നിൽക്കില്ല. ഇനിയിപ്പോ അവളുടെ മേലെ കുതിര കയറാൻ നിൽക്കും. അല്ലാണ്ട് പിന്നെ ഈ പറയണ ആളുകളൊക്കെ ഇപ്പോഴും വന്ന് നിൽക്കണതേ ഞാൻ അന്ന് വായ തുറന്നോണ്ടാ. ഈ മിടുക്കൊന്നും ഞാൻ അവിടെ കണ്ടില്ലല്ലോ. അതിന് എന്നെക്കാൾ മിടുക്കുള്ള ആൾക്കാർ അവിടെ ഇരിക്കുമ്പോ ഞാൻ അതിന്റെ ഇടയിൽ വായാടാൻ പറ്റുമോ? ഇപ്പൊ എന്തുണ്ടായി മേഡം? പാർട്ടിന്ന് പുറത്താക്കിയോ? പാർട്ടിന്ന് എന്നെ എന്തിനു പുറത്താക്കണം? ഞാൻ സ്വയമേ ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്താ ഭംഗിയമ്മ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ കുമാരിയെ. ഈ തെരുവുനായ വിഷയത്തിൽ ഇപ്പോ തൽക്കാലം തെരുവുനായകളെ പിടിക്കുന്ന കാര്യത്തിലൊക്കെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നിർത്തിവെച്ചിരിക്കുക. അത് ഈ മറ്റേ മൃഗസ്നേഹികളുടെ പ്രതിഷേധവും ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട്. അപ്പൊ സാറാമ്മ മേഡം പരാജയപ്പെട്ടു. അതെങ്ങനെ പരാജയപ്പെടണേ? കണ്ട വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വരെ ഞാൻ പരാജയപ്പെടുന്നു പറഞ്ഞു. അയ്യോ, ഈ വീട്ടിലുള്ളവർ പറയണ ആരെങ്കിലും കേൾക്കോ? ഇവിടെ എരുതിയിൽ എണ്ണ ഓരി ഒഴിക്കുന്ന ആൾക്കാരാന്ന് അറിയില്ലേ? വീട്ടിലിരിക്കുന്നവര് മാത്രമല്ല ഈ നാട്ടുകാർ ഇത് തന്നെയാ പറയണേ. എന്നീ വീട്ടിൽ വന്ന് കയറി അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം. മേഡം ആ വർത്താനം പറയരുത് കേട്ടോ. ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഈ വീടിനെ കുറ്റം പറയണോ? മേഡത്തിന് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങിപ്പോക്കോ. എന്താ കുമാരി നീ പറയണേ? പിന്നല്ലാതെ എന്താ ഭംഗിയാമ്മ? ഈ വീട്ടിൽ താമസിച്ചിട്ട് അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. നമ്മളൊക്കെ എന്താ മനുഷ്യരല്ലേ? അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവർ പൊക്കോട്ടെ. അതിപ്പോ ഇവിടെ മാത്രമല്ല, എവിടെ ആണെങ്കിലും ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഭംഗിയാമ്മ പറയട്ടില്ലേ മേഡം എവിടെയാണെങ്കിലും കണക്കാന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞോ? പിന്നെ ഇതാ ഞാൻ പറയണത്, എരുതിയിൽ എണ്ണ ഓരി ഒഴിക്കണവരാണ്. താൻ ഇനി ഒന്നും പറയണ്ട. ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാരും എന്റെ പരാജയം കാണാൻ നോക്കിയിരിക്കല്ലേ. ആഘോഷിക്കും, എല്ലാരും ആഘോഷിക്കും. ഞാൻ തീരുമാനിച്ചോളാം. അന്നോ വേദന നടന്നോ വേദന എടുക്കും. പിടിക്കണോ? വേണ്ട, എനിക്കാരുടെ സഹായം വേണ്ട. ഒരു കുറവില്ല. കാലിപ്പ ഇങ്ങനെ അല്ലെങ്കിൽ ആ കാലിന്റെ നെഞ്ചത്താ. നീ എന്ത് വർത്താനങ്ങളൊക്കെ ഈ പറയണ? ഒന്നാമത്തെ കാര്യം പിന്നല്ലാതെ. അതെ, ഇങ്ങോട്ട് നോക്കിയോ. ഈ ഭൂമി മുഴുവൻ തലയിൽ ചുമന്നുകൊണ്ട് നടക്കണ ഭാവാണ് അതിന്. ആ അഹങ്കാരം ഒന്ന് കുറച്ചാണ്ടല്ലോ നന്നായിക്കോളും. ആ അഹങ്കാരം ഒത്തിരിയൊക്കെ ഉണ്ടാവും. നിന്റെ മരി അടക്കളയിൽ പണിയല്ല, അതൊക്കെ നാടിന് വേണ്ടിട്ട് ജോലി എടുക്കണ ആൾക്കാരാ. പങ്കാമ വന്നു കയറിയവർക്ക് വേണ്ടി എന്റെ മെക്കിട്ട് കയറില്ലേ? ഞാൻ വെറുതെ ഇരിക്കുമെന്നല്ല, PSCയുടെ അഡ്വൈസ് മെമ്മോ വന്നിട്ടേ പോസ്റ്റിംഗ് അകത്ത് ഇരിക്കുന്ന ആളാ. പോസ്റ്റിംഗ് അകത്ത് നീ അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. ഈ രാഷ്ട്രീയക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടലുണ്ടാവില്ല. അയ്യോ, ഞാൻ ആരുടെ ശുപാർശ കൊണ്ട് പാസ്സായതൊന്നുമല്ല, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പാസ്സായതാ. പാസ്സായിട്ട് അവിടെ ഇരുന്നോ? നോക്കാം. ഞാൻ ആ സമയത്ത് പങ്കാമ കുങ്കാമ എന്നിട്ട് വരാഞ്ഞാ മതി. ഞാൻ വെച്ചാ ഓരോ വർത്താനം. ഒന്നാമത്തെ എന്തിനാ ഈ ജാതി വർത്താനൊക്കെ അവരോട് പറയണേ? പിന്നെ ഈ വീട്ടിൽ കയറി വന്നിട്ട് ഇവിടെ ഉള്ളവരെ കുറ്റം പറയാ. കുറ്റം പറയാ. ഈ ചേച്ചിയുടെ കൂടെ നടന്നിട്ടുള്ളൂ. നിന്റെ സ്വഭാവം അങ്ങനെ തന്നെയായി. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കൂട്ടോ. എന്തിനു നീ കൂടി പോയി പറയാൻ നിൽക്കണേ? ഇപ്പൊ എങ്ങോട്ടാ പോണേ? അങ്ങോട്ട് പോയാ ആ താടകയുടെ വായിരിക്കണം മുഴുവൻ കേൾക്കേണ്ടി വരും. ഇവിടെ ഇരുന്നോ. ദൈവമേ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എന്റെ. ആരെങ്കിലും പറഞ്ഞ അതിനെ ഇവിടെ താമസിപ്പിക്കാം. അയ്യോ, പോണില്ലേ ആശ്വസിപ്പിക്കാൻ? ചേച്ചിക്ക് ഇതിപ്പോ എന്താ? നീയല്ലേ പ്രൈവറ്റ് സെക്രട്ടറി? പോടി. ഞാൻ പൊക്കോളാം എനിക്ക് തോന്നുമ്പോ. അമ്മയുടെ ഭാഗം ഇങ്ങോട്ട് കയറിയിരിക്കാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ. എന്നാലും തോറ്റുപോയല്ലേ. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് സങ്കടം പറയും. അങ്ങോട്ട് മാറി കാര്യങ്ങളും എടുക്കട്ടെ. എനിക്കൊരു തേങ്ങ വേണം. ഭംഗിയമ്മ, ഞാൻ നിങ്ങളുടെ കൂടെ ആട്ടോ. എന്തിന്? അല്ല, നിങ്ങളുടെ ഗ്രൂപ്പിലാ ഞാൻ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇനി ആളും വേണ്ട. ഉള്ളവരെ കൊണ്ട് അതിനെ തോറ്റിട്ടിരിക്കുന്നു. അല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഭംഗിയമ്മ ശരിക്കും ആ സമയത്ത് വാ തുറന്നില്ലേ? ചോദിച്ചതാ. അങ്ങോട്ട് തുറന്നാ മതി. ഈ ജാതി വർത്താനം പറയാ. അയ്യോ, എന്റെ നാത്തൂനെ, ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും വലിയൊരു വിജയം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ഇന്നങ്ങ് മരിച്ചു പോയാലും എനിക്ക് സന്തോഷമുള്ളൂ. അയ്യോ, അങ്ങനെയൊന്നും നീ മരിക്കാൻ പാടില്ല.
നിനക്ക് സമൂഹത്തിനോട് ഇനിയും പലതും ചെയ്തു തീർക്കാനുണ്ട്, അറിയാവോ? നാത്തൂനെ നമ്മള് സാധാരണക്കാര് വിചാരിച്ചാലും പലതും നടക്കുമെന്ന് ആ സാറാമ്മയ്ക്ക് മനസ്സിലായി കാണും. അവക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതെ. ഇനി സീതാലക്ഷ്മി എന്ന് കേട്ടാ സാറായ ഒന്ന് വിറയ്ക്കും. അല്ലെങ്കിലും സീതാലക്ഷ്മി എന്ന് കേട്ടാ അവള് വിറയ്ക്കും. അവള് വിറയ്ക്കല്ല, അവള് കൂടുതൽ വിറയ്ക്കും. അമ്മേ ഇതെന്താ ഇവിടെ ഞങ്ങളെ സാറാമ്മയെ തോൽപ്പിച്ചതിന്റെ ആഘോഷം നടക്കടി. അതിനിങ്ങനെ ആഘോഷിക്കണോ? പിന്നെ ആഘോഷിക്കണ്ടേ? ഡൽഹിനെ വരപ്പിച്ച സാറാമ്മ ഈ സീതാലക്ഷ്മിയുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടിയത് ആഘോഷിക്കണം. തോറ്റ സാറാമ്മ എവിടെ പോയി? കണ്ടില്ലല്ലോ. അയ്യോ, വന്നപ്പോ തൊട്ട് ആ മുറി അടച്ചിരിക്കണതാ, പുറത്തേക്കൊന്നും വന്നില്ലേ അമ്മേ? ഇല്ല, ഇങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. എനിക്കാണെങ്കിൽ അവളുടെ ചമ്മിയ മുഖമൊന്ന് കാണണമെന്നും ഉണ്ടായിരുന്നു. അതെ, എപ്പോഴെങ്കിലും അവള് പുറത്തോട്ട് ഇറങ്ങുമല്ലോ, അപ്പൊ നമുക്ക് അടവലക പോലെയുള്ള മുഖം നമുക്ക് കാണാം. അതെ അമ്മേ, ഇനിയിപ്പൊ അവരിങ്ങോട്ട് വരുമ്പോ അമ്മ ഒന്നും പറയാനൊന്നും പോണ്ട. എന്തായാലും അമ്മ ജയിച്ചല്ലോ. കൂടുതലൊന്നും പറയുന്നില്ല. സീതാലക്ഷ്മിയോട് കളിച്ച ഇങ്ങനെ ഇരിക്കും, അത് ഞാൻ അവളോട് പറയും. എന്തിനാ അമ്മേ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ അങ്ങോട്ട് പറയണ്? പിന്നെ അവര് തിരിച്ച് എന്തെങ്കിലും പറയും, പിന്നെ അത് ആകെ പ്രശ്നമാവും. അങ്ങനെ തിരിച്ചു പറഞ്ഞാലേ ഞാൻ അങ്ങോട്ട് 100 എണ്ണം പറയും. നീ 100 എണ്ണം പറഞ്ഞാ ഞാൻ 1000 എണ്ണം പറയും. എന്റെ അപ്പച്ചി അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും അമ്മ അപ്പച്ചിയും ജയിച്ചല്ലോ, അത് അവിടെ കൊണ്ട് അങ്ങോട്ട് തീരട്ടെ. തീർക്കാനോ? ഇതൊരു തുടക്കം മാത്രമാണ് കുമാരി, അല്ലേ നാത്തൂനെ? ഈ ലഡു എനിക്ക് തരില്ലേ? ഈ ലഡുവേ ഇത് അണികൾക്കുള്ളതാ, നിനക്കില്ല. അപ്പൊ ഞാൻ അമ്മയുടെ അണിയല്ലേ? നീ അണിയായിട്ടാണോ സമരത്തിൽ പങ്കെടുക്കാൻ വന്നോ? മക്കൾക്ക് സാറാമ്മ തരും. അമ്മ, ഞാൻ അമ്മയുടെ ടീമാന്ന് അപ്പച്ചിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല തോന്നുന്നു. അത് എനിക്കും മനസ്സിലായിട്ടില്ല. നാത്തു നടക്ക്. ഓടി. രണ്ടുപേരും പറ്റിയ ടീം തന്നെ. ഒരാളെ ഒതുക്കാൻ രണ്ടാളും ഒന്നിച്ചങ്ങ് നിന്നോളും. എന്നാ നേരെ കണ്ട വഴക്കാണ്. പച്ചപ്പനങ്കിളിത്തത്തേ നിന്റെ ചിത്തത്തിലാരാണു പെണ്ണെ. ആക്രാന്തം കാണിക്കണ രണ്ടാക്കും തരും. ഇതെന്ത് കോലരമണി ഇത്? നിന്നെ പുറത്തോട്ട് നീ എന്ത് ചളിയിൽ കിടന്നിട്ട് മറിയണോ? നന്ദിരി നോക്കിയാ നന്ദിരി വൃത്തിയായിട്ടിരിക്കണേ. അപ്പൊ നിനക്ക് മാത്രം നന്ദിരി കൊടുത്തേക്കാണ്. നീ കുളിപ്പിക്കാൻ ഞാൻ പറഞ്ഞ പാടം എന്താ അറിയാം എനക്ക്? പറയുമ്പോ പിണങ്ങി നിന്നോട്ടോ. നന്ദിനെ നോക്കി പഠിക്ക്, അവളെ കാണാൻ നല്ല വൃത്തിയുണ്ട്. അപ്പുണ്ണിയേട്ടാ, എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? എന്തിനാ അവര് വഴക്ക് പറയുന്നേ? അവളുടെ കോലം കണ്ട നീരമണിയുടെ? എന്താ കുഴപ്പം? അവള് പറമ്പിലൊക്കെ പടി ചളിയിലൊക്കെ കിടന്ന് ഉരുണ്ട് വന്നിരിക്കുക. ഇവളെ കണ്ട? അവക്ക് അങ്ങനത്തെ സ്വഭാവമില്ലല്ലോ. അത് പശുവാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ എനിക്ക് പണി ഉണ്ടാക്കാനാ. തേച്ചു കുളിപ്പിക്കുമ്പോ അറിയാം. നീ ഒന്ന് കുളിപ്പിച്ചു നോക്കും ഒരു ദിവസം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒന്നുമില്ല, ചുമ്മാ വന്നതാ. അവിടെ ഇരുന്നോ, കഴിക്ക് കഴിക്ക്. കുറച്ച് കഴിഞ്ഞ ഞാൻ കാടി തരാം കേട്ടാ. അപ്പുണ്ണിയേട്ടാ, അപ്പുണ്ണിയുടെ ഇന്നലെ ലഡു കിട്ടിയായിരുന്നോ? ലഡുവോ? ആരവിടെ ലഡു ഉണ്ടോന്നേ? അയ്യോ, അമ്മ തന്നില്ലേ? അമ്മയാ? സാറമ്മ മേഡത്തിന് അമ്മ തോപ്പിച്ചില്ലേ? എന്ത് മത്സരം? അയ്യോ, മത്സരം അല്ല. പട്ടികളെ കൂട്ടിലടയ്ക്കുന്നത് പഞ്ചായത്ത് നിർത്തി വെച്ചല്ലോ. അമ്മയും ടീമും കൂടെ സമരം ചെയ്തിട്ടാ പഞ്ചായത്ത് ആ തീരുമാനം എടുത്തെന്നും പറഞ്ഞിട്ടായിരുന്നു അമ്മയുടെ വിജയാഘോഷം. ആണോ? എന്നിട്ട് ലഡു എനിക്ക് കിട്ടിയില്ലല്ലോ. എനിക്കും കിട്ടിയില്ല. ചിലപ്പോഴേ അമ്മയുടെ വിചാരം നമ്മൾ രണ്ട് സാറമ്മ മേഡത്തിന്റെ പക്ഷത്താന്നായിരിക്കും, അതുകൊണ്ടാ നമുക്ക് തരാത്തെ. അങ്ങനെയാവാം. അപ്പുണ്ണിയേട്ടാ, അപ്പുണ്ണിയേട്ടൻ ശരിക്കും ആരുടെ പക്ഷത്ത്? അമ്മയുടെ ആണോ അതോ സാറമ്മ മേഡത്തിന്റെ ആണോ? ഞാനോ? ഞാൻ തൽക്കാലം ആരുടെ പക്ഷത്തും ഇല്ല. പങ്കിമാവ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ പാടുള്ളൂ എന്ന് പങ്കിമാവൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഒക്കെ പക്ഷം നിന്നാണ്ടല്ലോ നമ്മൾ നാണം കെടും. ഷൈന, ശരിക്കും അമ്മയൊക്കെ സമരം ചെയ്തിട്ടാണോ പഞ്ചായത്ത് തീരുമാനം എടുത്തേ? അങ്ങനെയാണെന്ന് അമ്മ പറയുന്നേ. എന്തായാലേ സമരം ജയിച്ചതിന് ശേഷം അമ്മയുടെ നടപ്പും മട്ടും ഒക്കെ ഒന്ന് കാണണം. തമിഴ്നാട് മുഖ്യമന്ത്രി എന്നാ വിചാരം. മന്ത്രിസഭ മറിച്ചിട്ട പോലെ നടക്കുന്നേ. അപ്പൊ എന്റെ അമ്മക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി ആയാല്? എന്റെ അപ്പുണ്ണിയേട്ടാ, കേരളത്തിൽ ഇതുവരെ പെണ്ണുങ്ങൾ മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ കരച്ചിലാണല്ലോ കേട്ടെ. അപ്പുണ്ണിയുടെ അമ്മ. അമ്മേ, 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 എന്താ അമ്മേ? അമ്മേ, 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 എവിടുന്നാ കരയണേ? അപ്പുണ്ണിയുടെ കണ്ടോ? ഇല്ല. അമ്മേ, 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 അപ്പുണ്ണിയേട്ടാ, അവിടെ നിന്നാന്ന് തോന്നുന്നു. അവിടുന്നാണോ? അമ്മേ, അമ്മേ,
ആശുപത്രി പോവാ. അയ്യോ പതുക്കെ അമ്മയുടെ ചോര. കൈക്കും കാലിനൊക്കെ എന്താടി വച്ചാ നിന്റെ ഭർത്താവിനെ പ്രസവത്തിന് വല്ലതും കയറ്റിയേക്കുവാന്ന്? ചുമ്മാ ഇരിക്കണ്ടേ മാഡം, ഞാൻ നിന്റെ ടെൻഷൻ കണ്ടിട്ട് ചോദിച്ചതാ. അതൊന്നും അല്ല. അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറെ നേരമായില്ലേ, ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ അത് നോക്കുമായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് അങ്ങ് വരാൻ പറ്റുമോ? അവിടെ ചെല്ലണം, ചീട്ടെടുക്കണം, ഈ മുറിവൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അതിൽ മരുന്ന് വെക്കണം, സ്റ്റിച്ച് ചെയ്യണം, ഡ്രസ്സ് ചെയ്യണം, ആന്റി റാബിസ് ഇഞ്ചക്ഷൻ എടുക്കണം, എന്തൊക്കെ പരിപാടിയുണ്ട്. എനിക്കാകുമ്പോൾ ഈ 1-2 മുറിവ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ സീതാലക്ഷ്മി അമ്മയ്ക്ക് എവിടൊക്കെയാ കടി കിട്ടിയേക്കുന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണെ ഇച്ചിരി സമയം എടുക്കും. മനുഷ്യ സ്നേഹിയായിട്ടുള്ള മാഡം ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അയ്യോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്, കളിയാക്കിയതൊന്നും അല്ല. എന്നാലും ഞാനും നോക്കി നിൽക്കാൻ വരട്ടെ, കാണാമല്ലോ. കളിയാക്കാനാണോ അമ്മ? കളിയാക്കാനല്ല, ഞാൻ ചെയ്യൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഇവിടെ ഇങ്ങനെ നിന്ന് നിന്റെ അമ്മയെ നോക്ക്, ഞാൻ അവിടെ ഇരുന്ന് നോക്കാം. അയ്യോ, ഷാന, അമ്മ മെല്ലെ മെല്ലെ അമ്മേ. ആ ചെപ്പില് കാല് വെക്ക്. നല്ല വേദന ഉണ്ട് കേട്ടോ. നടക്ക്. മെല്ലെ 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 നടന്നാൽ മതി അമ്മേ. പേന പിടിക്കണേ. പിടിച്ചിട്ടുണ്ട്. ഇതേട്ടാ. ആ അയ്യോ, മെല്ലെ അമ്മ, മെല്ലെ. മെല്ലെ മെല്ലെ. അമ്മേ, മെല്ലെ നടന്നാ മതി. ഇതിപ്പോ സാറാ മേഡത്തിന് കിട്ടിയ പട്ടിയുടെ കടീനേക്കാൾ കൂടുതൽ കടി കിട്ടിയിട്ടുള്ളത് ചേച്ചിക്കാ. അതെ അമ്മാവാ, സാറാ മേഡത്തിന് മുന്നിൽ അമ്മ ഒരിക്കലും തോറ്റു കൊടുക്കൂല്ലോ. അതിപ്പോ പട്ടിയുടെ കടീന്റെ എണ്ണത്തിനായാലും അങ്ങനെ തന്നെ അല്ലേ അമ്മേ? ഡോക്ടർ എന്ത് പറഞ്ഞു സീതാലക്ഷ്മി അമ്മേ? അമ്മേ, അമ്മയോടാ ചോദിക്കുന്നേ. ആ സാറാമ്മയോട് പറഞ്ഞൊക്കെ തന്നെ എന്നോടും പറഞ്ഞു, അന്ന് പറഞ്ഞു കൊടുത്തേക്ക്. മാഡം, മാഡത്തിനോട് പറഞ്ഞൊക്കെ തന്നെയാ പറഞ്ഞത്. ഷാഹിന, ഈ വയ്യാണ്ട് കിടക്കുന്ന ആളുടെ മുൻകാല ചരിത്രം പരിശോധിച്ച അയാളെ ക്രൂശിക്കുന്ന പരിപാടി എനിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. അല്ല, പറഞ്ഞാലും കുഴപ്പമില്ല സാറാ മേഡം. ചേച്ചി അതിൻ്റെതായിട്ടുള്ള സ്പിരിറ്റിൽ എടുത്തോളൂ അല്ലേ? അമ്മേ, അമ്മ വിഷമിക്കണ്ട കേട്ടോ. സാറമ്മ മാഡത്തിന്റെ കയ്യിൽ നിന്ന് അമ്മ രക്ഷപ്പെടുത്തിയ പട്ടികളൊക്കെ കൂടെ അമ്മയോട് നന്ദി പറയാൻ വന്നാന്ന് കരുതിയാ മതി. ഔ, എന്നാലും വല്ലാത്ത നന്ദിയായി പോയി. ഇനി നന്ദി കാണിക്കാൻ സ്ഥലം ബാക്കിയുണ്ടോ അമ്മയുടെ ദേഹത്ത്? അതിപ്പോ അമ്മയ്ക്ക് മൃഗങ്ങളോട് ഭയങ്കര സ്നേഹല്ലേ, അതുപോലെ തിരിച്ച് അവർക്കും കാണും. അതെ, ജാതയായിട്ട് വന്നിട്ട് അങ്ങോട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടാവും. ഷാഹിന, നിർത്തിക്കോ. മൃഗസ്നേഹം ഒരു തെറ്റൊന്നുമല്ല. മൃഗസ്നേഹം ഒരു തെറ്റൊന്നുമല്ല, പക്ഷെ ഓരോ മൃഗത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് വേണം അതിനെ ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. അതെ, ഇതിപ്പോ പട്ടീനോട് തോന്നിയ സ്നേഹം ഏതെങ്കിലും സിംഹത്തിനോടാ തോന്നിയിരുന്ന വെച്ചെങ്കിൽ ആള് ബാക്കിയുണ്ടോ? പുലിയായാലും മതിയല്ലോ അമ്മാവാ. മതിയല്ലോ. ഒന്നും മിണ്ടാണ്ട് എണീറ്റ് പോകണ്ട നിങ്ങള്. ആ കണ്ടോ സാറാ മേഡം, ഈ അമ്മേന്റെ ചവിട്ടിലേക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഈ പോത്തിന്റെ ചവിട്ടിലേക്ക് വേദാന്തം തോന്നിയിട്ട് കാര്യമില്ല എന്ന് പറയില്ല, അതുപോലെയാ. അപ്പുണ്ണേ, ആ എടാ നിങ്ങൾ പറയണ പോലെ ഒന്നും അല്ല. നായയുടെ കടി കിട്ടിയപ്പോളേ
എന്റെ തലയ്ക്ക് കുറച്ച് വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. തലയിലും കടിച്ചോ? ഓ, ചക്ക് എന്ന് പറയുമ്പോ കുക്കെന്ന് കുറേല ഭംഗിയേ. സാറാമ്മ പറഞ്ഞ പോലെ നാട്ടിലുള്ള തെരുവ് നായ്ക്കളെ മുഴുവൻ നിയന്ത്രിക്കുന്നതാണ് നാട്ടുകാർക്ക് നല്ലത്. അതിനുള്ള നടപടി എന്താന്ന് വെച്ചാൽ സ്വീകരിക്കണം. ഞാനിനി എന്ത് ചെയ്യാൻ? അതിനുള്ള നടപടി എടുത്തപ്പോഴല്ലേ നിങ്ങൾ പ്രതിഷേധമായിട്ട് വന്നതും കരിങ്കൊടി കാണിക്കുകയൊക്കെ ചെയ്തത്. ഇനിയിപ്പോ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? പഞ്ചായത്ത് ആ പരിപാടി തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. പട്ടി ഒന്നിന് 500 രൂപ വെച്ചിട്ട് പാർട്ടി എനിക്ക് തന്നിരുന്നതാ, അതും പോയി. അല്ല, വാഴ നനയ്ക്കുമ്പോ ചീരയും കൂടി നനഞ്ഞിരുന്നു എന്ന് പറഞ്ഞതാ. സാറാമ്മേ, പ്രമേയം അവതരിപ്പിച്ചിട്ടോ ബില്ല് പാസ്സാക്കിയിട്ടോ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടോ എന്ത് ചെയ്തിട്ടായാലും അത് തിരിച്ചു കൊണ്ടുവരണം. ഈ നാട്ടിലെ തെരുവ് നായ്ക്കളെ മുഴുവൻ ഇവിടുന്ന് തുരത്തണം. ഇതൊരു മനുഷ്യസ്നേഹിയുടെ അപേക്ഷയാണ്. അല്ല, അപ്പൊ മൃഗസ്നേഹം? ശവത്തി കുത്തല്ലേ പങ്കിയേ. ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതിയെങ്കിലും ഇങ്ങോട്ട് കാണിക്കണ്ടേ ആ നായിന്റെ മക്കള്. ഹലോ, ആ മേഡം പറഞ്ഞോളൂ. അവിടെ എത്തിയോ? അതെ അല്ലേ? അതെ, ഞാൻ അവിടുത്തെ മണ്ഡലം സെക്രട്ടറിയുടെ നമ്പർ അയച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ആയിക്കോട്ടെ. അല്ലല്ലേ, ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ, ഓക്കെ, ശരി. സാറാമ്മയുടെ അവിടെ എത്തിയോ? ഇതപ്പം അവിടെ എത്തിയുള്ളൂ. ആണല്ലേ? അതിപ്പോ കേന്ദ്രത്തിൽ ഇത്ര പെട്ടെന്നൊരു വിളി വന്നേ? എന്താ പുണ്ണി, ഞങ്ങൾ ഈ പൊതുപ്രവർത്തകർക്കും അതേപോലെ പട്ടാളക്കാർക്കും എപ്പോഴും അലേർട്ടായിരിക്കണം. കേന്ദ്രത്തിൽ നിന്നൊരു വിളി വന്നാ അപ്പം അങ്ങോട്ടെത്തണം. അമ്മാവൻ എത്ര കാലമായി രാഷ്ട്രീയത്തില്? അമ്മാവൻ ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് ഒരു വിളി ഇതുവരെ വന്നില്ലല്ലോ അല്ലേ? അതിനിപ്പോ ഞാൻ ഈ കേരളത്തിലെ കാര്യങ്ങളാണല്ലോ കൂടുതൽ നോക്കണേ. എന്നിട്ട് സംസ്ഥാനത്തുനിന്ന് വിളിയൊന്നും വന്നില്ലല്ലോ. ഞാൻ എന്നെ വിളിക്കണൊക്കെ ഇപ്പൊ നിന്നെ കേൾപ്പിച്ചിട്ടാ. വിളിക്കലൊക്കെ ഉണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യലുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളൊക്കെ അങ്ങനത്തെ നേതാക്കന്മാരല്ലേ, ചോട്ടാ നേതാക്കന്മാരാണ്. ഒരു കണക്കിന് ചോട്ടാ നേതാവായിട്ട് നിക്കണ തന്നെയാട്ടം നല്ലത്. മനസമാധാനം ഉണ്ടാവൂലോ. അത് അമ്മാവൻ മനസ്സിൽ സങ്കടം ഉണ്ടായിട്ട് പറയല്ലേ? ഇതപ്പൊ തന്നെ സാറാമ്മയുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഇപ്പോ നമ്മുടെ പാർട്ടിയിൽ നിന്ന് 2 മുതിർന്ന നേതാക്കന്മാര് എതിർ പാർട്ടിയിലേക്ക് മാറാൻ പോണെന്ന് അറിഞ്ഞിട്ട് പാർട്ടി അവരെ വിട്ടേക്കാണ് സാറാമ്മനെ. അവരിനായിട്ട് ഒരു അനുരഞ്ജന ചർച്ച നടത്തിയിട്ട് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി നമ്മുടെ പാർട്ടിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിട്ട്. അല്ല മാവാ, ഈ പോണ 2 നേതാക്കന്മാരോട് പോട്ടേന്ന് വിചാരിച്ച പോരെ? എന്തുട്ടാ ഈ ചെക്കൻ പറയണേ? എടാ, അങ്ങനെ 2 നേതാക്കന്മാരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ എത്ര അണികൾ പോകുന്നറിയോ നിനക്ക്? ഇതൊക്കെ ഒരു പാർട്ടി കളിയാണേ. അതൊന്നും വിടാൻ പറ്റില്ല നമുക്ക്. 2 നേതാക്കന്മാരെന്ന് പറഞ്ഞാ എന്താ അതിന്റെ നഷ്ടം നിനക്കറിയില്ല. അമ്മാവൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ അമ്മാവന്റെ പാർട്ടിയിൽ നിന്ന് 2 നേതാക്കന്മാരും വേറെ പാർട്ടിയിലേക്ക് പോണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ പാർട്ടി മോശാതുണ്ടല്ലോ അവരങ്ങോട്ട് പോണേ? എന്താ ഈ ചെക്കൻ പറയണേ? ഏട്ടാ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളികളാണ്. ഇപ്പോ ഈ നേതാവിന്റെ കൂടെ എത്ര അണികൾ ഉണ്ടാവുന്ന കണക്കാക്കിയിട്ടുള്ള വലിയാണത്. ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇവരെ അങ്ങോട്ട് വലിക്കണേ. പിന്നെ നിസാര കളിയൊന്നും. എന്റെ അമ്മാവനാരും ഇങ്ങനെ കാശും കൊടുത്തിട്ട് വിളിക്കണില്ലല്ലോ, അതെന്താ? ആരാ പറഞ്ഞേ? വിളിച്ചോ? അങ്ങനെ വിളിച്ച പോണ ആളാണോ വങ്കി? ഇപ്പതാ കഴിഞ്ഞ ഇലക്ഷന് ഒരു 10,000 വോട്ടം കണ്ട് മറയ്ക്കാൻ വേണ്ടിട്ട് 12 ലക്ഷം രൂപയാണ് പങ്കിക്ക് തരാന്ന് പറഞ്ഞത്. പങ്കി അളവോ പോയില്ല. അമ്മാവന്ന് വേറെ ആരെങ്കിലും പോയി പറയട്ടാ. എന്റെ അടുത്ത് ചെലവാവൂല. അല്ല, 12 ലക്ഷം കിട്ടിയിട്ട് വേണ്ടാന്ന് പറയുന്ന ഒരാള് ഇവിടെ 12 രൂപക്ക് ഇരക്കല്ലോ ഇടക്കിടക്ക് എന്റെ അടുത്ത്. സത്യമായിട്ട് സത്യം. ഞാൻ ഉറങ്ങാൻ പോവാ. ഇതൊക്കെ കേട്ടിരുന്നാലേ എനിക്ക് തലക്ക് ഭ്രാന്താവും. അമ്മാവനും പോയി കിടക്ക്. നിനക്ക് അല്ലെങ്കിലും ഭ്രാന്ത് തന്നെ. ഭ്രാന്ത് തന്നെയാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു ചെത്തു. 12 ലക്ഷം അല്ല, ചിലപ്പോ 12 കോടി എന്നാലും ചിലപ്പോ പോവും. അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്ന് വെള്ളം കുടിക്കാൻ വന്നാണല്ലോ. ഹലോ, എന്താണ് സീനിയർ സൂപ്പർവൈസർ ഒരു നോട്ടം? നീ ദിവസവും ഇങ്ങനെ കുറെ ചെടികൾ വെക്കുന്നതല്ലാതെ ഒന്നും ഇതുവരെ പൂത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ.
അപ്പൊ ദേ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന പൂക്കളല്ലേ? അതെ, ഞാൻ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ ഈ നിൽക്കുന്ന ചെടിയൊക്കെ ചെടി ഏതാ കാട് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. പിന്നെ ഞാനാണ് ഇതൊക്കെ വെട്ടി വൃത്തിയാക്കി വെള്ളവും വളവും ഒക്കെ ഒഴിച്ച് ഈ പരുവത്തിലാക്കി എടുത്തത്. അല്ലെങ്കിൽ തന്നെ അപ്പച്ചി എപ്പോഴാണ് ഈ ചെടിയൊക്കെ നോക്കിയിട്ടുള്ളത്? ആങ്ങളെ എന്ന് വിളിച്ചിങ്ങോട്ട് വരും, അകത്ത് കയറും, അമ്മയായിട്ട് കുറച്ച് ഗുസ്തി ഉണ്ടാക്കും, ശരം വിട്ടതുപോലെ ഒരു പോക്കങ്ങ് പോവുകയും ചെയ്യും. ഇതല്ലേ ഇവിടുത്തെ സ്ഥിരം പരിപാടി.